നമസ്കാരം. സർവമത മൈത്രിയും മാനവികതയും മത സാഹോദര്യവും വിളംബരം ചെയ്യുന്ന ശ്രീ നാരായണ ഗുരുവിന്റെ പേരിലുള്ള പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് എന്താണ്? സർവ മൈത്രിയും മാനവികതയും പറയുന്നിടത്ത് കയറിയിരുന്ന് കാണിക്കുന്നത് വിദ്വേഷ പ്രവർത്തികളും. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശം. മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്നും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അതിന് 40 വർഷം വേണ്ടി വരില്ലെന്നും കേരളത്തിൽ മതാധിപത്യമാണെന്നും വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. മുസ്ലിം ലീഗിന്റെ മതമേലധ്യക്ഷന്മാർ കേരളത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. മുസ്ലിം സമുദായത്തിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ആവർത്തിച്ച വെള്ളാപ്പള്ളിയെ ഇന്ന് CPM കോൺഗ്രസ് നേതാക്കൾ പുകഴ്ത്തുന്നതും ചർച്ചയായിട്ടുണ്ട്. മന്ത്രി VN വാസവൻ, K ബാബു MLA, ഹൈബിഡൻ MP എന്നിവരാണ് വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് തെറ്റാണ് എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയും വ്യക്തമാക്കുന്നു. നിലമ്പൂരിൽ വിവാദ പ്രസ്താവന നടത്തി തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയിരുന്നു. ഇപ്പോൾ VN വാസവനും എന്തിനാണ് എല്ലാത്തിനും മതം പറയുന്നത് എന്നും ഷാഫി ചാലിയും ചോദിക്കുന്നുണ്ട്. വർഗീയത പറഞ്ഞാൽ ആർജവമുള്ള നേതാവാകുമെന്നാണോ, അതോ ഇത്തരം നേതാക്കളെ പുകഴ്ത്താമോ? സ്ത്രീ വിരുദ്ധത വെള്ളാപ്പള്ളി പറഞ്ഞിട്ടും ഏതെങ്കിലും ഒരു മഹിളാ സംഘടനകൾ രംഗത്ത് വന്നു. സ്ത്രീകൾ പ്രസവിക്കുന്ന യന്ത്രങ്ങളാണോ? എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? മുസ്ലിം സമുദായം പെറ്റുകൂട്ടുകയാണത്രേ. എല്ലാത്തിനും അച്യുതാനന്ദന്റെ വാക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഏതാനും വർഷം കഴിഞ്ഞാൽ മുസ്ലിം രാജ്യമാകുമത്രേ. ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും BJPക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടാണോ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മുസ്ലിം രാജ്യം ഉണ്ടാക്കുന്നത്? പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ടേ? ഇദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ദുബായിൽ ലോക്കായല്ലോ. പെറ്റുകൂട്ടിയ സമുദായത്തിലെ MA യൂസഫ് അലിയാണ് അന്ന് രക്ഷിച്ചത്. അതിന്റെ നന്ദിയുണ്ടോ വെള്ളാപ്പള്ളിക്ക്? എന്തിനാണ് മതം പറയുന്നത്? സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾ മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചയാളാണ് ഈ വെള്ളാപ്പള്ളി. അടൂർ പ്രകാശ് SNDP ഡയറക്ടർ ബോർഡ് അംഗമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലേ? അടൂർ പ്രകാശിന്റെ പിതാവായ അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ SNDP യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ചെറിയ വീടെങ്കിലും വെള്ളാപ്പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? വിഷം പറയാൻ മാത്രമാണ് വന്നത്. കേന്ദ്ര സർക്കാർ Y കാറ്റഗറി സുരക്ഷ കൊടുക്കുന്നു. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഴുവൻ സമയം മെഷീൻ ഗണ്ണുമായി കൂടെയുണ്ട്. എന്തിനാണിത്? കേരളത്തിൽ ആർക്കെങ്കിലും ഇത്തരം സുരക്ഷയുണ്ടോ? വെള്ളാപ്പള്ളിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് കേന്ദ്രവും BJPയും RSSും ആണെന്നാണ്. ഇയാളെയാണ് നവോത്ഥാന മതിലിന്റെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നത്. 30 കൊല്ലമായി SNDPയുടെ നേതൃത്വത്തിൽ എത്തിയിട്ട് ഒരു പുതിയ സ്ഥാപനം തുടങ്ങാൻ വെള്ളാപ്പള്ളിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. പുതിയ കെട്ടിടമോ കോഴ്സോ കൊണ്ടുവന്നു. പിന്നാക്ക വിഭാഗത്തിന്റെ ഐക്യമായിരുന്നു SNDPയുടെ നയമെന്നും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹിന്ദു ഐക്യ സംഘമായി മാറിയെന്നും